ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് സോസേജ് ഫ്രൈഡ് റൈസ്. സമയം ഒട്ടും കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കൊന്ന് ചോറ് വേവിച്ചെടുക്കണം. പറ്റുമെങ്കിൽ തലേദിവസം തന്നെ ഇത് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ആ തണുത്ത ചോറ് ഉപയോഗിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾക്ക് ഇത് ബസ്മതി അരി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജാസ്മിൻ റൈസോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ജാസ്മിൻ റൈസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ അരിയെടുത്ത് വെള്ളം ഒഴിച്ച് വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുക. അതിൻ്റെ കൂടത്തിൽ ഉപ്പ് ഇടുക, പിന്നെ കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്പൈസസ് എന്ന് പറയുന്നത് ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, ബേ ലീഫും കറുവാപ്പട്ടയാണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചോറ് വേവിച്ചെടുക്കാം. ചോറ് ഇടയ്ക്കിടയ്ക്ക് ഈ അരി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഈ അരികൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പോവുകയും വേവ് കൂടുകയൊക്കെ ചെയ്യും. അപ്പം കൃത്യം ഒരു പകുതി വേവിന് മുകളിലെത്തണം, എന്നാൽ മുക്കാൽ വേവ് ആവരുത്. ആ ഒരു ഭാഗത്തിന് നമ്മൾ അരി ഊറ്റിയെടുക്കുക. കാരണം ഊറ്റിയെടുക്കുന്ന അരിയിൽ തന്നെ ആ വെള്ളത്തിൽ കിടന്ന് ഊറ്റി വെച്ചേക്കുന്ന ആ ചൂടി ഇരുന്ന് തന്നെ അരി ഒന്നുകൂടി ഒന്ന് വേകും. അതുകൊണ്ട് നമ്മൾ അര വേവിന് മുകളിലാവുമ്പോൾ തന്നെ അരി ഊറ്റിയെടുക്കുക. ഇപ്പോൾ ഏകദേശം വേവലായി. അപ്പം നമുക്കിതൊന്ന് ഊറ്റി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ കിഴുത്ത പാത്രത്തിലേക്കാണ് എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്, വെള്ളം ഒന്ന് ഊർന്നു പോകാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മളൊരു പരന്ന പാത്രത്തിലേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു വൈഡ് മൗത്ത് ആയിട്ടുള്ള ഒരു പാൻ അല്ലെങ്കിൽ ഒരു സ്കില്ലറ്റാണ്. അത് നമുക്കൊന്ന് അടുപ്പേ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ സോസേജ് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബീഫ് ഫ്രാങ്ക് ആണ് സോസേജ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് വളരെ തിൻ സ്ലൈസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ട് അതിട്ട് നമുക്കൊന്ന് വേവിക്കാൻ സമയം കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ആ എണ്ണയിൽ കിടന്നുള്ളൊരു വേവലെന്ന് പറയുന്നത് ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമ്മളത് വെച്ചാൽ മതി. ദിവസം ഒത്തിരി തീയിടരുത്, ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ബീഫിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ, സോസേജിനെ. അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം, കാരണം അടി പിടിച്ച് ഒത്തിരി മുരിഞ്ഞു പോവുകയും ചെയ്യരുത്. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രീൻ ഒനിയൻ, അതായത് സ്പ്രിംഗ് ഒനിയൻസിൻ്റെ ഷാലറ്റ്സ്, ആ താഴെയുള്ള ഉള്ളിയുടെ ഭാഗമാണ്. വേറെ ഉള്ളിയൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല, ആ ഉള്ളി ആഡ് ചെയ്തു. പിന്നെ ക്യാരറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സോസേജ് അരിഞ്ഞെടുത്തപ്പോൾ തന്നെയാണ് ക്യാരറ്റും അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീൻസാണ്. ബീൻസും ഇട്ട് കൊടുത്തു. ഈ ബീൻസും ക്യാരറ്റും സോസേജും ഒക്കെ നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്തേക്കുന്നത്, അതായത് 1 കപ്പ് വീതം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1/2 കപ്പ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ ഒരു 10 മിനിറ്റത്തേക്കൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇവിടെ അതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു, എല്ലാം തന്നെ ഏകദേശം വെന്തു. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ പാഴ്സ്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പാഴ്സ്ലി ലീവ്സ് ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, കൊറിയാൻഡർ ലീവ്സ് ഇട്ടാലും മതി. ഇനി പാഴ്സ്ലിയും കൊറിയാൻഡറും കൂടെ മിക്സ് ചെയ്തിടുന്ന ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ അത് ഉപയോഗിക്കാം. ഞാനിവിടെ പാഴ്സ്ലിയും കൊറിയാൻഡറും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് പതിയെ നമുക്ക് കുറച്ചായിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചോറും വെജിറ്റബിൾസും സോസേജും എല്ലാം കൂടെ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കിട്ടണം. ഇനിയും വെജിറ്റബിൾസിന് ഉപ്പ് കുറവെന്ന് തോന്നുന്നവർക്ക് ഇത്തിരി കൂടെ ഉപ്പിടാം. ഞാൻ ഒട്ടും ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം എനിക്ക് അതിന് ഉപ്പിൻ്റെ കുറവ് തോന്നിയില്ല. കാരണം സോസേജ് ഓൾറെഡി ഒരു പ്രോസസ്ഡ് ഫുഡായതുകൊണ്ട് ഇത്തിരി ഉപ്പുണ്ട്. പിന്നെ ചോറ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ആ ഒരു വേണമെന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല. ഇപ്പം ഏകദേശം ഒരു 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരുന്നത്. അതിനുള്ള ചോറാണ് ഈ മിക്സ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വെജിറ്റബിളിൻ്റെ കൂടെ. അപ്പം നമുക്ക് അറിയാം, ഇപ്പം മനസ്സിലായില്ലേ, 2.5 കപ്പ് അരിക്കാണെങ്കിൽ നമ്മൾ എടുത്തേക്കുന്നത്
ഏകദേശം ഒരു കപ്പ് സോസേജും 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് ബീൻസും 1/2 കപ്പ് ക്യാപ്സിക്കവുമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചോറ് ഏകദേശം ഒന്ന് മിക്സ് ആയ ശേഷം നമുക്കിനി ഇതിൻ്റെ കളറിനും ഫ്ലേവറിനും ഒക്കെ ആയിട്ട് നമുക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ഞാൻ ഒഴിച്ചു. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോഡിയം സോയ് സോസും കൂടെ ഒഴിച്ചു. ഇതിൻ്റെ കൂടത്തിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അതാണ് നമ്മൾ എരിവിന് അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈസിയാണ് ഇത് കഴിക്കാൻ വേണ്ടി. കാരണം അത്ര എരിവുള്ള ഭക്ഷണമല്ല. എന്നാൽ ആ സോസിൻ്റെയും ആ സോസേജിൻ്റെയും ഒക്കെ ടേസ്റ്റ് കുറച്ച് ഉണ്ട് താനും. അപ്പം കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻസിൻ്റെ ആ ഗ്രീൻ പാർട്ടും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തുകൂടി ഒന്ന് വിതറി കൊടുത്തു. അടച്ച് വെച്ച ഫൈനൽ 2 മിനിറ്റ്സ് നമുക്കിനി ഫ്ലെയിമിൽ ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. എല്ലാം കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ എല്ലാം ഒന്ന് പിടിക്കട്ടെ. ആ ഒരു സമയമാണ് നമുക്ക് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ലഞ്ചിനായിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. വളരെ ഈസിയാണ്. മിക്ക സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരേക്കും ബൈ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. സീ യു.